ഗവൺമെന്റിന്റെ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിച്ചു. നാളെയും മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വയനാട്ടിലെ പുനരധിവാസം സംബന്ധിച്ച്. കാരണം ഭൂമി കൈമാറ്റം ഒരു പ്രധാന പ്രശ്നമാണ്. അവിടെ രേഖകളും മറ്റുമൊക്കെ ആയിട്ടുള്ള, അപ്പോൾ അതിന് ഗവൺമെന്റിന്റെ സഹകരണം വേണ്ടിവരും. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റിന്റെ പരിപൂർണമായിട്ടുള്ള പദ്ധതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമുള്ള തീരുമാനം ഉണ്ടാവും. ഞങ്ങളൊരു സബ് കമ്മിറ്റി എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നാളെ തിരുവനന്തപുരത്ത് എല്ലാവരും ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയാൻ വേണ്ടി ചർച്ച നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഞാനും കൂടി ഉള്ള ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നു. അപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേക ബ്ലോക്കായി ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. നമ്മളായിട്ട് ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടും സർക്കാർ തലം തരികയാണെങ്കിൽ അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല. ബെനിഫിഷ്യറീസിനെയും സർക്കാർ ലിസ്റ്റ് ഇപ്പോൾ ചെയ്ത പോലെ ഞങ്ങൾ ചെയ്യുന്നത്, എല്ലാവർക്കും ഒരേപോലെ കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക സെലക്ഷൻ അങ്ങനൊന്നും വേണ്ട, പക്ഷേ പ്രത്യേക ബ്ലോക്കായി ചെയ്യണം. അതാണ് അത് ചെയ്യും. അതാണ് സർക്കാരിന് അത് എളുപ്പമാണ്. നമ്മൾ പുറത്തുനിന്ന് ഭൂമി എടുക്കുന്നതിനേക്കാളും നമ്മളെ സർക്കാർ തരുമ്പോൾ നമ്മളെ പോലുള്ള സന്നദ്ധ സംഘടനകൾ വേറെയുണ്ട്. അവരെ സഹകരിപ്പിക്കാൻ സർക്കാർ ഒരു പദ്ധതി കോമണായിട്ട് തയ്യാറാക്കും എന്നാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല. നമ്മളത് അല്പം മേജർ പരിപാടിയാണ്. അതേപോലെ ചെയ്യുന്നവരും ഉണ്ടാവാം, അതിൽ കുറച്ച് ചെയ്യുന്നവരും ഉണ്ടാവും. അത് സർക്കാർ ചെയ്യും. ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരത്. ഈ 100 കുടുംബങ്ങൾക്ക് സ്ഥലം എന്ന് പറയുന്നത് വയനാട് പ്രത്യേകം ഭൂമി അതാണ് പറഞ്ഞത്. അതാണ് ഗവൺമെന്റിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഗവൺമെന്റ് സ്ഥലം തരികയാണെങ്കിൽ അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷേ അവിടെ നമ്മുടേതായ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്യുക. പിന്നെ താങ്കളിവിടെ വായിച്ചല്ലോ, 2.5 ഏക്കറിലധികം സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട്. അതാരെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഓപ്റ്റ് ചെയ്തപ്പോൾ വയനാട് താമസിക്കുന്ന ഒരാൾ ഇവിടുന്ന് പോയതായിരിക്കും. പിന്നെ മലപ്പുറത്തുണ്ട്, എടക്കരുണ്ട്, പുതുപ്പാടിയുണ്ട്. അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2.5 ഏക്കർ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ല. അതെ, മറ്റു ഉൾപ്പെടെ റെക്കോർഡാണ്. അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങള് ഈ തവണ ഒരു പുതിയ പരീക്ഷണം കൂടി ഉണ്ട്. അതായത് ഇത്തവണ എക്സ്പെൻഡിച്ചറും കൂടി ഞങ്ങൾ പബ്ലിഷ് ചെയ്യും ഇതിനകത്ത്. ഇതില് 2,16,000 ഇതൊന്ന് പറയാം. എക്സ്പെൻഡിച്ചറും കൂടി പബ്ലിഷ് ചെയ്യും. അതാണ് അതിനുള്ള. അതായത് ചെലവും കൂടി ഞങ്ങൾ പിന്നെ ഇതേപോലെ ആപ്പിൽ പബ്ലിഷ് ചെയ്യും. അല്ലല്ല, ഇനി വീട് എടുത്താലും ഒക്കെ കംപ്ലീറ്റ് പബ്ലിഷ് ചെയ്യും. ടീച്ചറിൻ്റെ ഈ ക്രൗഡ് ഫണ്ടിങ്ങില് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള 2,16,036 പേര് ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അവരിൽ നിന്നാണ് 36 കോടി പങ്കെടുത്ത ആളുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് പുറമെയാണ് വീട് വെക്കുന്നതിന് വേണ്ടി 3,30,00,000 വേറെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുമ്പോൾ ഏതാണ്ട് 40 ലക്ഷത്തോളം വരും, 40 കോടിയോളം വരും.